ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് 2024 പുതുവർഷത്തിൽ ഞാനൊരു പുതുപുത്തൻ ആശയവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. അതായത് കുറ്റിക്കുരുമുളക് വിളവെടുപ്പാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഇത് എല്ലാ വീട്ടിലും ഓരോ തയ്യെങ്കിലും വെച്ച് പിടിപ്പിക്കണമെന്നുള്ളതാണ് എൻ്റെ ഒരു മെസ്സേജ്. ഒട്ടുമിക്ക കറിയിലും നമുക്ക് കുരുമുളക് വേണം. അത് ഫ്രഷായിട്ട് നമ്മുടെ തൊടിയിൽ നിന്ന് പിച്ചി എടുക്കുമ്പോൾ അതിൻ്റെ ഒരു സ്വാദ് പറഞ്ഞറിയിക്കാനൊക്കെയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ നട്ട ഒരു കുരുമുളകാണ്. അത് നല്ലപോലെ പടർന്ന് പന്തലിച്ച് നിറയെ കായ്കളായിട്ട് നിൽക്കുകയാണ്. ഇതിൻ്റെ ഇലയുടെ ഓരോ മുട്ടിലും നല്ല ഇത് തിരിപിടിച്ചിട്ടുണ്ട്. അത് പലതരത്തിലാണ് ഇതിൻ്റെ വിളവ്. ചെറിയ തൈ മുതൽ പൂ മുതൽ പഴുത്ത മുളക് വരെ ഒരേ സമയത്ത് പിടിച്ച് നിൽക്കുന്നതാണ് ഈ കുരുമുളകിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്കന്നേരം പഴുത്തത് മാത്രം പച്ചയെടുത്താൽ മതി. പച്ച അവിടെ നിന്നിട്ട് ഓരോ ആവശ്യത്തിന് നമുക്ക് അന്നേരം എടുക്കാം. പഴുത്തത് പിച്ചി ഉണക്കി വെച്ചാൽ നമുക്ക് ഉണക്കമുളകിൻ്റെ ആവശ്യം വരുമ്പോൾ അതെടുക്കാം. കണ്ടില്ലേ? നമുക്ക് മീനൊക്കെ വറുക്കുമ്പോൾ ഇച്ചിരി കുരുമുളക് ചേർക്കുമ്പോൾ ഏറ്റവും ടേസ്റ്റായിട്ട് വരും. പിന്നെ പനി വരുമ്പോൾ ഒരു ചുക്ക് കാപ്പി കുടിക്കണമെങ്കിലോ എല്ലാം നമുക്ക് പെട്ടെന്ന് വീട്ടിൽ കിട്ടുന്ന ഒരു സാധനമാണ്. ഇങ്ങനെ കുരുമുളകിൻ്റെ ഒരു തൈ വെച്ച് പിടിപ്പിച്ചാൽ നമുക്ക് യഥേഷ്ടം പറിച്ചെടുക്കാൻ ഒക്കും. ഇത് അധികം പൊക്കത്തിൽ പോകാത്തത് ഏറ്റവും വലിയൊരു പ്രയോജനം എന്ന് പറയുന്നത് വേറൊരാളെ ആശ്രയിക്കാതെ തന്നെ നമുക്കിതിൻ്റെ വിളവെടുക്കാം. ഏണിയൊന്നും വേണ്ട, നിലത്ത് നിൽക്കുന്ന ഒരു സാധനമാണ്. അതുകൊണ്ട് നഷ്ടവും വരത്തില്ല. ഈ പഴുത്ത് നിൽക്കുന്ന മുളകൊന്നും നമുക്ക് നഷ്ടപ്പെടത്തില്ല. കിളികളൊന്നും കൊത്തിക്കൊണ്ടു പോകാനൊക്കത്തില്ല. ഇലയുടെ അടിയിലായതുകൊണ്ട് അവർക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ ഒക്കത്തില്ല എന്നുള്ളതാണ് സത്യം. വേറൊരു ഇനം മുളകുണ്ട്, അത് മേപ്പോട്ട് മരത്തെ കയറിപ്പോകുന്നതാണ്. അതിൻ്റെ കത്തിക്കയെല്ലാം ഇങ്ങനെ വെളിയിൽ കാണുന്ന രീതിയിലാണ് തൂങ്ങിക്കിടക്കുന്നത്. അപ്പോൾ അത് പഴുക്കുമ്പോൾ കിളികൾ സ്വാഭാവികമായിട്ട് പഴുത്ത കുത്തിക്കൊണ്ട് പോകും. അപ്പോൾ നമുക്ക് വിളവധികം കിട്ടത്തില്ല. ഇതാകുമ്പോൾ എത്ര പിടിച്ചാലും അത് നമുക്ക് എടുക്കാൻ ഒക്കും. ഈ പഴുത്ത മുളകെല്ലാം നമുക്കിപ്പം പറിച്ചെടുക്കാനാണ് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത്. ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക. എല്ലാവരുടെയും വീട്ടിൽ 1-2 തൈ വെച്ച് പിടിപ്പിക്കുക. തൊടിയില്ലാത്തവർക്ക് ഗ്രോ ബാഗോ ചട്ടിയോ എന്തെങ്കിലും മതി. വലിയ പരിചരണമൊന്നും വേണ്ട. ചെറിയ രീതിയിലൊരു നനവും കൊടുക്കണം. വല്ലപ്പോഴും ഇച്ചിരി ജൈവവളം ഇട്ട് കൊടുക്കണം. അത് കിച്ചൺ വേസ്റ്റ് ഉണക്കി പൊടിച്ചായാലും മതി. രാസവളം ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കണ്ടില്ലേ, ഇലയുടെ എല്ലാ അടിയിൽ കണ്ടോ നിറച്ച് നിൽപ്പുണ്ട്. ഇപ്പോൾ എൻ്റെ അനുഭവം കൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ ഇത് നമ്മൾ നിസ്സാരമായിട്ട് വലിയ പരിചരണമേ കൊടുക്കാറില്ല. വല്ലപ്പോഴും ഉണക്ക് തട്ടുന്നെന്ന് തോന്നുമ്പോൾ ഒരിച്ചിരി വെള്ളം നനവ് കൊടുക്കും. അപ്പോൾ ഒരു കിലോ മുളക് കൂടുതൽ ഇതിൽ പിടിച്ച് നിൽപ്പുണ്ട്. ചെറിയൊരു തൈയാണിത്. അപ്പോൾ ഇത്രയും ഞാൻ പറിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇതിൻ്റെ തൈകൾ അടുത്തുള്ള നഴ്സറികൾ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ അന്വേഷിച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും 1-2 തൈ വീട്ടിൽ അത്യാവശ്യത്തിന് വേണ്ടി മാത്രം വെച്ച് പിടിപ്പിക്കുക. നമുക്ക് മാനസിക ഉല്ലാസം തരുന്ന ഒരു പ്രവൃത്തിയും കൂടാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇവരെയൊക്കെ ഒന്ന് അവരുടെ അടുത്തെല്ലാം ഒന്ന് പോയി ഇച്ചിരി വളവും വെള്ളമൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം കിട്ടും. അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കണ്ട് ഫുൾ സപ്പോർട്ട് തരിക. എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്ക് അടുത്ത വീഡിയോ ഇടാനുള്ള പ്രചോദനമാവുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തതുകൊണ്ടാണ് ഇനി ഇത്രയും എത്തി നിൽക്കുന്നത്. നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ശുഭദിനം ആശംസിച്ചുകൊണ്ട് കുറ്റിക്കുരുമുളകിൻ്റെ സ്വാദുള്ള എരിവോടുകൂടി എല്ലാവർക്കും ബൈ ബൈ.